Okay, so ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ പുത്തൻ ഇൻഫിനിക്സ് സ്മാർട്ട് 5, അതായത് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോണായ ഇൻഫിനിക്സ് സ്മാർട്ട് 5ന്റെ അൺബോക്സിംഗ് പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് 5ന്റെ ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. സോ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ഇൻഫിനിക്സിന്റെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണായ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5. സോ നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതൊക്കെയാണ് മെയിൻ ബോക്സ് കണ്ടൻസ്. ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്, TPU കേസ് കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, മൈക്രോ USB ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ വരുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ്. ലൈറ്റ് വെയിറ്റ് ഫോൺ തന്നെയാണ്. 200 ഗ്രാമിൻ്റെ താഴെയാണ് വെയിറ്റ് വരുന്നത്. 6000 mAh ബാറ്ററി ഉണ്ട്. എങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ഫോണാണ്. പക്ഷേ ഒരു കോമ്പാക്റ്റ് ഫോണല്ല. 6.82 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. സോ അതുകൊണ്ട് തന്നെ വലിയ ഫോൺ തന്നെയാണ്. സോ ഒരു വൺ ഹാൻഡ് യൂസ് ചിലപ്പം ലേശം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഷൈനി പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഷൈൻ ആവുന്നുണ്ട്. ഒരു പ്രത്യേക ഡിസൈനാണ്. റെക്ടാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഉണ്ട്. നമുക്ക് TPU കേസ് ഒന്ന് ഇട്ട് നോക്കാം. നല്ല കട്ടിയുള്ള ഹാർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ ക്യാമറ ബമ്പും കവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഓക്കെയാണ്. ഡീസൻറ്റ് TPU കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ഉണ്ട്. പിന്നെ പവർ ബട്ടൺ. ടോപ്പ് സൈഡ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. ബോട്ടം സൈഡിൽ മൈക്രോ USB പോർട്ട് പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ ഉള്ളത് 6.82 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഒബ്വിയസ്ലി IPS LCD ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ആ നോച്ചിലാണ് സെൽഫി ക്യാമറ. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഇൻഫിനിക്സിൻ്റെ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഫോൺസിൽ വലിയ ഡിസ്പ്ലേസ് ആണ് ഇൻഫിനിക്സ് കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ ഇതിലും ഒരു എമണ്ടൻ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ബഡ്ജറ്റ് പ്രൈസ് കാറ്റഗറിയിൽ ഫോട്ടോസും വീഡിയോസും യൂട്യൂബ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ വലിയൊരു ഡിസ്പ്ലേയിൽ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5. സ്മാർട്ട് 5ൻ്റെ പെർഫോമൻസ് നോക്കിയാൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ G25 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക് സ്റ്റാർട്ടിംഗ് ലെവൽ ബഡ്ജറ്റ് കാറ്റഗറി ചിപ്സെറ്റ് ആണ് ഹീലിയോ G25. 12 നാനോമീറ്റർ ഒക്ടാകോർ ചിപ്സെറ്റ് ആണ്. മാക്സിമം ക്ലോക്ക് സ്പീഡ് 2.0 GHz ആണ്. നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആണ്. പക്ഷെ എന്നാലും ഒരു ലൈറ്റ് വെയിറ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ചെറിയ രീതിയിൽ ലാഗും സ്റ്റക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, സ്പെഷ്യലി സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണല്ല. ലൈറ്റ് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സബ്വേ സർഫറൊക്കെ ഞാൻ കളിച്ച് നോക്കിയത് നല്ല രീതിയിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. പക്ഷേ ഹെവി ഗെയിമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഹെവി വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോണല്ല. ആൻഡ്രോയിഡിൻ്റെ 10 ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻഫിനിക്സിൻ്റെ സ്വന്തം UI ആയ XOS ഡോൾഫിൻ ആണ് വരുന്നത്. ഫോണിൽ വരുന്ന ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം നോക്കിയാൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതൊരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോണായിട്ടും ബ്ലോട്ട്വെയർസ് വളരെ കുറവാണ്. 1, 2, 3 ബ്ലോട്ട്വെയർസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ഓൺ ദ ഫേസ് ആഡ്സും ഞാൻ കണ്ടില്ല. സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആഡ്സിൻ്റെയും ബ്ലോട്ട്വെയർസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി സിംഗിൾ ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ ഒരു VGA ക്യാമറയാണ്. സോ നമുക്കൊരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റും. 13 മെഗാ ആണ് പ്രൈമറി സെൻസർ. 1080p 30 FPS എടുക്കാൻ കഴിയും. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ തന്നെയാണ്. അങ്ങനെ കളറിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എക്സ്പോഷറും ഫോക്കസൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസിൽ, സ്പെഷ്യലി വീഡിയോസിൽ. ഇതൊരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോണാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ മതി. പിന്നെ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്. സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഫുൾ HD 30 FPS എടുക്കാൻ കഴിയും. രണ്ടും, അപ്പോൾ റിയർ ആയാലും സെൽഫി ആയാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കണ്ടുവരാത്തൊരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചറാണ് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ. സോ നിങ്ങൾ നോർമൽ 1080p 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോസും ഈ ഒരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഫോണിൽ 6000 mAh ഒരു വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചാർജ് ചെയ്യാൻ വേണ്ടി ഓബ്വിയസ്ലി ഈ സെഗ്മെൻറ്റിൽ 10 വാട്ടിൻ്റെ ചാർജറാണ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും ഓവർനൈറ്റ് ചാർജിങ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഒരുപാട് സമയം എടുക്കും. 2.5-3 മണിക്കൂർ എടുക്കും മിക്കവാറും ഫുൾ ചാർജ് ആവാൻ വേണ്ടി. 6000 mAh ബാറ്ററി ഒരു പ്ലസ് പോയിന്റ് ആണ്. വളരെ ഈസി ആയിട്ട് 1.5 ഡേയ്സ് 1.5 ദിവസം വളരെ ഈസി ആയിട്ട് പോകും. സോ അതിൽ ഒരു ഇഷ്യൂ ഇല്ല. ഹെഡ്ഫോൺ ജാക്കിൻ്റെ പെർഫോമൻസ് ആവറേജ് ആണ്. പിന്നെ ഒരു കാര്യം, ഇതിൽ സ്പീക്കേഴ്സ് വരുന്നില്ല. സോ ഡെഡിക്കേറ്റഡ് ആയ സ്പീക്കർ ഇല്ല. ഇതിൻ്റെ ഓഡിയോ സൗണ്ട്, അതായത് സ്പീക്കർ സൗണ്ട് വരുന്നത് ഇയർ പീസിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബിലോ ആവറേജ് സൗണ്ട് ക്വാളിറ്റിയാണ്. ഇയർ പീസ് മാത്രമായതുകൊണ്ട് നല്ല ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്കിംഗ് സൗണ്ട് ഉണ്ട്.
ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്, FM റേഡിയോ ഉണ്ട്, വൈഡ് 1L3 ആണ് സർട്ടിഫിക്കേഷൻ, പിന്നെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിലും ഇൻഫിനിക്സ് ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറും അതിനോടൊപ്പം തന്നെ ഫേസ് അൺലോക്ക് ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഇതായിരുന്നു ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 5ൻ്റെ അൺബോക്സിംഗ്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നേടാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗിവ് ലിങ്ക് ഉണ്ട്. ഗ്ലീം എന്ന വെബ്സൈറ്റിൻ്റെ ഗിവ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ആ സംഭവങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗിവ് പാർട്ടിസിപ്പൻ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നേടാൻ കഴിയും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.